എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് നമ്മുടെ നിരന്തരമായ ചിന്തകളിലൂടെ നമ്മളിലേക്ക് ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം കാലം ഒന്നും തന്നെ നമ്മുടെ അനുഭവങ്ങളായി പരിണമിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ തുടർന്ന് വായിക്കുകയാണ്. ബോബ് ഡോയിൽ ഇങ്ങനെ പറയുന്നു: ആകർഷിക്കാനുള്ള കഴിവ് നമ്മളിൽ ഭൂരിപക്ഷത്തിനും സഹജമായി തന്നെ ഉണ്ട്. ആ കഴിവിന്മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നാണ് നാം കരുതുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വയം നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മിലേക്ക് സ്വയമേവ വന്നുചേരും. അനഭിമതമായ ഒന്നിനെയും ആരും ഒരിക്കലും മനഃപൂർവ്വം തന്നിലേക്ക് ആകർഷിക്കുകയില്ല. രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ അനഭിമതമായ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അനായാസം മനസ്സിലാക്കുവാനും കഴിയും. അത് സംഭവിക്കുന്നത് കേവലം നമ്മുടെ ചിന്തയുടെ മഹത്തായ സർഗശേഷിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഡോക്ടർ ജോ വിറ്റാലെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായാണ് ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ, ഓ, ഇനി എനിക്ക് എൻ്റെ ചിന്തകളെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നുവോ? ഇത് ഏറെ ശ്രമകരമായ ജോലിയായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചേക്കാം. തുടക്കത്തിൽ അതങ്ങനെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കളി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. രഹസ്യത്തിലേക്ക് ധാരാളം കുറുക്കുവഴികളുണ്ട് എന്നതാണ് ഏറെ രസകരം. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഇണങ്ങുന്നതേതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് വായിക്കുക. അതെങ്ങനെയെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മാർസി ഷിമോഫ്, എഴുത്തുകാരി, അന്താരാഷ്ട്ര പ്രാസംഗിക, വ്യക്തിത്വ പരിവർത്തന വിദഗ്ധ. അവർ പറയുന്നത് എങ്ങനെയാണ്: നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയെയും നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണ്. നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം 60,000-ത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ 60,000 ചിന്തകളെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്രമാത്രം ക്ഷീണിതനായി പോകുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? ഭാഗ്യവശാൽ ഇതിന് ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് നമ്മുടെ വികാരങ്ങൾ. നാം എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ വികാരങ്ങളാണ്. വികാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല. നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് തുണയാകുന്ന ഉത്കൃഷ്ടമായ ഉപകരണമാണ് നിങ്ങളുടെ വികാരങ്ങൾ. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്.